ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. ഈ വർഷം നിങ്ങൾ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ടാവാം. 200ഉം 300ഉം കോടി നേടിയ സിനിമയും കണ്ടിട്ടുണ്ടാവാം. പക്ഷേ ഈ ഒരു സിനിമ കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തീരാ നഷ്ടം തന്നെയാണ്. ആ സിനിമകളുടെയൊക്കെ മുകളിൽ മനസ്സിന് സംതൃപ്തി നൽകുന്ന ചിത്രം തന്നെയാണ് സർവം മായ. പ്രത്യേകിച്ച് യാതൊരു കാര്യങ്ങളുമൊന്നുമില്ല, സിമ്പിളായിട്ടുള്ള ഒരു സ്റ്റോറി. പക്ഷേ നമ്മളെ പൂർണ്ണമായും പിടിച്ചിരുത്താൻ കഴിയുന്ന, ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു പോയോ എന്ന് ചോദിക്കുകയും സെക്കൻഡ് ഹാഫ് കഴിയുമ്പോൾ മനസ്സിലൊരു ഒരു സുഖം, അതായത് ഇത്ര നല്ല ഒരു ചിത്രം കണ്ടിറങ്ങുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പല സിനിമകൾക്കും ഇല്ലാത്ത കാര്യം. ഇന്ന് സിനിമയുടെ കളക്ഷനായിട്ട് ഈ ഒരു ഞായറാഴ്ച ഉച്ചവരെ വന്നിരിക്കുന്നത് ഏകദേശം 3,80,00,000 രൂപയോളമാണ് ട്രാക്ഡ് കളക്ഷനിലൂടെ. അതായത് സിനിമയ്ക്ക് വെള്ളിയാഴ്ചത്തെ ഫൈനൽ കളക്ഷൻ ഇന്നത്തോടെ ഇപ്പോൾ തന്നെ കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. തിയേറ്റർ ഒക്യുപ്പൻസി ആയിട്ട് 60% വന്നിരിക്കുന്നത്. 2,25,000 മുകളിലുള്ള ടിക്കറ്റുകൾ ഇന്ന് ഇതുവരെ വിറ്റുപോയിരിക്കുന്നു. ഒരുപക്ഷേ 3,50,000 ടിക്കറ്റിനടുത്ത് ഇന്ന് വിറ്റുപോകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. ഇന്ന് വീണ്ടും ഷോകൾ കൂടുന്ന കാര്യങ്ങൾ കാണാൻ കഴിഞ്ഞു. 1,431 ഷോകളാവുകയും ചെയ്തു. ഏകദേശം 600ഓളം ഫാസ്റ്റ് ഫില്ലിംഗ് ഷോകളാണ് ഇപ്പോഴും സിനിമയ്ക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഫൈനലായിട്ട് സിനിമയുടെ പ്രതീക്ഷിക്കുന്നത് 6 കോടിക്ക് മുകളിൽ തന്നെയാണ്. ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 4,80,00,000 രൂപയോളമാണ് സിനിമയ്ക്ക് വന്നത്. 3 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ആയിട്ട് 32 കോടി കടന്നിരിക്കുന്നു ഈ ഒരു ചിത്രം എന്നുള്ളതാണ്. അതെ, ഒരു മാസീവ് ഗ്ലോബൽ ഹിറ്റ് എന്ന് തന്നെ ഈ സിനിമയെ വിശേഷിപ്പിക്കാം. ഇന്നലെ ഓവർസീസിൽ നിന്ന് മാത്രം ലഭിച്ചത് $850K മുകളിലാണ്. അതായത് 1 മില്യൺ ആ റേഞ്ചിലേക്ക് സംഭവം എത്തുന്നു എന്നുള്ളത് തന്നെയാണ്. അത്ര ഗംഭീരമായിട്ട് തന്നെ ആളുകളെ ഇഷ്ടപ്പെടുന്നു. വേറെ ഒന്നും വേണ്ട, ഇങ്ങനെയുള്ള നല്ല സിനിമകൾ മതി. കുറേ നാളുകളായി ഇങ്ങനെയുള്ള സിനിമകൾ വന്നിട്ട്. ഈ 300 കോടി നേടിയ ചിത്രമോ 250 കോടി നേടിയെന്ന് പറയുന്ന ചിത്രമോ 265 കോടി നേടിയെന്ന് പറയുന്ന ചിത്രമോ ഒന്നും തന്നെ നമ്മളെ ഇത്രത്തോളം തൃപ്തിപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇത് എന്തോ ഒരുപാട് നാളുകൾക്ക് ശേഷം മനസ്സിനെ ഇഷ്ടപ്പെടുത്തുന്ന തരത്തിൽ ആർക്കും ഒരു ഫാൻ ബേസോ ഒന്നുമില്ലാതെ സിമ്പിളായി പോയി കാണാവുന്ന, ഇതിൽ ഏറ്റവും പ്രൊജക്റ്റായി നിൽക്കുന്ന നിവിൻ പോളി എന്നൊന്നും പറയില്ല, ഇതിലെ പുതുമുഖ നായിക തന്നെയാണ്. വല്ലാതെ അവരുടെ അഭിനയം നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ പ്ലോട്ട്, ഒരു വളർത്തു മൃഗമാണെങ്കിലും ജീവിതത്തിൽ അത്ര ഇമ്പോർട്ടൻസ് എന്നുള്ളത് നമുക്ക് കാണിച്ചു തരും. ഇതെല്ലാം പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല, ഈ സിനിമ അത്രത്തോളം ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെയാണ്. നിങ്ങളിങ്ങനെ ഈ സിനിമ കണ്ടിട്ട് ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ആ കമൻസിലൂടെ ഒന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. എന്താണെങ്കിലും ഇന്ന് സിനിമ 47-48 കോടിയിലേക്ക് എത്തുമെന്നുള്ളത് ഉറപ്പിക്കുകയാണ്. ഇവിടെ കളക്ഷനല്ല പ്രശ്നം, മനുഷ്യൻ്റെ മനസ്സിൽ എത്രത്തോളം ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. ഉറപ്പായിട്ടും പറയാം, ഇത് നിവിൻ പോളി 100 അല്ല 150 കോടിക്ക് അടിച്ച് നേടിയിട്ടേ ബോക്സ് ഓഫീസ് കളം വിടുകയുള്ളൂ. വീഡിയോസ് ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യണം. ഗ്രേറ്റ് മീഡിയാസ്.